പിണക്കം മറന്ന് നമ്മുടെ ശശി തരൂർ വീണ്ടും കോൺഗ്രസ് വേദിയിൽ എത്തിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ദാ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞു മാറ്റാൻ പറ്റുന്ന ഒന്നാണ് ഇട്ട് വിഴുപ്പലക്കിക്കൊണ്ടിരുന്നത്. IACC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ മഹിളാ കോൺഗ്രസിന്റെ വേദിയിൽ എത്തിയത് എന്നാണ് കേൾക്കുന്നത്. പിണറായി സർക്കാരിനെതിരായ സമര പ്രഖ്യാപനമായിരുന്നു ചടങ്ങ്. ചടങ്ങിന്റെ പ്രസക്തി കേട്ടറിഞ്ഞ തരൂർ ഒന്നും നോക്കാതെ ഓടിക്കിതച്ചെത്തിയെന്നും അതല്ല, തരൂരിന്റെ ചിരകാല മോഹമായ മുഖ്യമന്ത്രി കസേര പൊക്കി കാണിച്ചിട്ടാണ് ദീപദാസ് കളിച്ചതെന്നും ഒരു ജനസംസാരമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ ആഞ്ഞു പുകഴ്ത്തിയതിന്റെ പേരിൽ നിരന്തരം ഏറ്റുമുട്ടലുണ്ടായ ആളുകൾ തമ്മിലുള്ള മഞ്ഞ് ഇത്ര പെട്ടെന്ന് ഉരുകുമോ? തരൂരിനോടുള്ള കലിപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് വേദികളിൽ തരൂരിനെ പങ്കെടുപ്പിച്ചാൽ അന്ന് സുനാമി എന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ചില മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതല്ലേ. അതിനുശേഷം പേരിന് പോലും ഒരു കോൺഗ്രസ് വേദിയിൽ തരൂർ പങ്കെടുത്തിട്ടുണ്ടോ? ഇനി വേറെ വല്ല പരിപാടിയിലും പങ്കെടുക്കാൻ എത്തിയാൽ തന്നെ തലയിൽ മുണ്ടിട്ട് സൈഡിലൂടെ ഓടി രക്ഷപ്പെടുകയല്ലേ ചെയ്യാറുള്ളത്. ഇതെല്ലാമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് മാറി മറിഞ്ഞത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ അടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് തരൂർ എത്തിയത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അണപ്പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവരെല്ലാം പരസ്പരം ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഇതോടെ കേരളത്തിലെ കോൺഗ്രസിൽ തരൂറിന് വീണ്ടും അവസരമൊരുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂറിനുള്ള പ്രസക്തി AICC നേതൃത്വം തിരിച്ചറിഞ്ഞതാണ് തരൂരിനെ വേദിയിൽ എത്തിക്കുന്നതിൽ നിർണായകമായതെന്ന വിലയിരുത്തലുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം ദീപദാസ് മുൻഷി നേരിട്ട് തരൂരിനെ ഫോണിൽ വിളിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുമായിരുന്നു അത്രേ. രാജ്ഭവനിലെ ത്രൈമാസിക പ്രകാശനത്തിന് ശേഷം ഡൽഹിയിൽ മടങ്ങാനായിരുന്നു തരൂരിന്റെ തീരുമാനം. എന്നാൽ ദീപദാസ് മുൻഷിയുടെ അഭ്യർത്ഥന അംഗീകരിച്ചുകൊണ്ട് പരിപാടിയിൽ മാറ്റം വരുത്തുകയായിരുന്നു. ഒന്നും രണ്ടുമല്ല, പലതവണയാണ് തരൂരിനെ ഹൈക്കമാൻഡ് പ്രാഗിയിട്ടുള്ളത്. അത് പക്ഷേ ഹൈക്കമാൻഡിന്റെ മാത്രം കുറ്റമല്ല കേട്ടോ, കോൺഗ്രസിന്റെ സ്ഥിരം തലവേദനയാണ് ആശാൻ. അഭിപ്രായ പ്രകടനത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണെന്ന് സ്വയം പറഞ്ഞിരുന്നുവെങ്കിലും സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. ഇന്ത്യ പാക് സംഘർഷത്തിൽ കോൺഗ്രസ് അടക്കം എല്ലാവരും പ്രധാനമന്ത്രിയെ കുറ്റം പറയുമ്പോൾ മോദിയെ അങ്ങേയറ്റം പ്രശംസിക്കുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ആരും വിളിച്ചില്ലെന്ന് പരാതി പറയുക. ഇങ്ങനെ ചില്ലറ അലമ്പാണോ കള്ളൻ കാണിച്ചു കൂട്ടിയിരുന്നത്? AICC തിരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരത്തിനിറങ്ങിയതാണ് തരൂറിന് കോൺഗ്രസിൽ തിരിച്ചടിയായത്. AICC പ്രവർത്തക സമിതിയിൽ അംഗമാക്കിയെങ്കിലും പ്രത്യേക ചുമതലകളൊന്നും അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനായിരുന്ന തരൂർ പാർലമെന്റിൽ കോൺഗ്രസിന്റെ ഉപനേതാവ് സ്ഥാനമൊക്കെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതും കിട്ടിയില്ല. അങ്ങനെയാണ് മോദിയുടെ ശത്രുവായിരുന്ന തരൂർ ഒരു തികഞ്ഞ മോദി ഭക്തനായത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴെങ്കിലും നേതാക്കന്മാർ എല്ലാവരും ഇങ്ങനെ നിറവിൽ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷമാണ്. എന്നാലും തെരഞ്ഞെടുപ്പ് അടുത്ത സ്ഥിതിക്ക് ഈ പച്ചച്ചിരിയും പഞ്ചാര വർത്താനവും എല്ലാം സതീശനും സുധാകരനും എല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അല്ലെ തൂണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ടുപോകും.